പുറപ്പാട് പുസ്തകം 39 അധ്യായം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഏഫോദ് ഉണ്ടാക്കി. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്യേണ്ടതിന് അവർ പൊന്ന് അടിച്ച് നേരിയ തകിടാക്കി നൂലായി കണ്ടിച്ചു. അവർ അതിന് തമ്മിൽ ഇണച്ചിരിക്കുന്ന ചുമൽക്കണ്ടങ്ങൾ ഉണ്ടാക്കി. അത് രണ്ട് അറ്റത്തും ഇണച്ചിരുന്നു. അത് കെട്ടി മുറുക്കുമ്പോൾ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ആയിരുന്നു. മുദ്രക്കൊത്തായിട്ട് ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തിയ ഗോമേതക കല്ലുകളെ അവർ പൊന്തടങ്ങളിൽ പതിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിൽ മേൽ ഓർമ്മക്കല്ലുകൾ വെച്ചു. അവൻ ഏഫോദിന്റെ പണി പോലെ ചിത്രപ്പണിയായിട്ട് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പതക്കവും ഉണ്ടാക്കി. അത് സമചതുരമായിരുന്നു. പതക്കം ഇരട്ടയായി ഉണ്ടാക്കി. അതൊരു ചാൺ നീളവും ഒരു ചാൺ വീതിയും ഉള്ളതായി ഇരട്ടയായിരുന്നു. അവർ അതിൽ 4 നിര രത്നം പതിച്ചു. താമ്രമണി, പീതരത്നം, മരതകം ഇത് ഒന്നാമത്തെ നിര. രണ്ടാമത്തെ നിര മാണിക്യം, നിലക്കല്ല്, വജ്രം. മൂന്നാമത്തെ നിര പത്മരാഗം, വൈഢൂര്യം, സുഗന്ധിക്കല്ല്. നാലാമത്തെ നിര ഗോമേതകം, പുഷ്പരാഗം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു. ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരുകളോട് കൂടെ അവരുടെ പേർ പോലെ 12 ആയിരുന്നു. 12 ഗോത്രങ്ങളിൽ ഓരോന്നിന്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കുത്തിയിരുന്നു. പതക്കത്തിന് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളികയും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് 2 വളയവും 2 കണ്ണിയും ഉണ്ടാക്കി. വളയം 2 പതക്കത്തിന്റെ 2 അറ്റത്തും വെച്ചു. പൊന്നുകൊണ്ടുള്ള 2 സരപ്പളി അവർ പതക്കത്തിന്റെ അറ്റത്ത് 2 വളയത്തിലും കൊളുത്തി. 2 സരപ്പളിയുടെയും അറ്റം 2 അവർ കണ്ണി 2ലും കൊളുത്തി ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിൽ മേൽ മുൻഭാഗത്ത് വെച്ചു. അവർ പൊന്നുകൊണ്ട് വേറെ 2 കണ്ണിയുണ്ടാക്കി. പതക്കത്തിന്റെ മറ്റേ 2 അറ്റത്തും ഏഫോദിന്റെ കീഴറ്റത്തിന് നേരെ അകത്തെ വിളുമ്പിൽ വെച്ചു. അവർ വേറെ 2 പൊൻകണ്ണി ഉണ്ടാക്കി ഏഫോദിന് മുൻഭാഗത്ത് 2 ചുമൽക്കണ്ടങ്ങളിൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി വെച്ചു. പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി ഇരിക്കേണ്ടതിനും അത് ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അത് കണ്ണികളാൽ ഏഫോദിന്റെ കണ്ണികളോട് നീലനാട കൊണ്ട് കെട്ടി. അവൻ ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് നെയ്ത്തുപണിയായി ഉണ്ടാക്കി. അങ്കിയുടെ നടുവിൽ കവചത്തിന്റെ ദ്വാരം പോലെ ഒരു ദ്വാരവും അത് കീറാതിരിക്കേണ്ടതിന് ചുറ്റും ഒരു നാടയും വെച്ചു. അങ്കിയുടെ വിളുമ്പിൽ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി. തങ്കം കൊണ്ട് മണികളും ഉണ്ടാക്കി. മണികൾ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങളുടെ ഇടയിൽ വെച്ചു. ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും 1 മണിയും 1 മാതളപ്പഴവും 1 മണിയും 1 മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു. അഹരോനും പുത്രന്മാർക്കും പഞ്ഞിനൂൽ കൊണ്ട് നെയ്ത്തുപണിയായ അങ്കിയും, പഞ്ഞിനൂൽ കൊണ്ട് മുടിയും, പഞ്ഞിനൂൽ കൊണ്ട് അലങ്കാരമുള്ള തലപ്പാവും, പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് കാൽച്ചൊട്ടയും, പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യർപ്പണിയായ നടുക്കെട്ടും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കി. അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായുള്ള ഒരു എഴുത്ത് കൊത്തി. അത് മുടിമേൽ കെട്ടേണ്ടതിന് അതിൽ നീലനൂൽ നാട കോർത്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. ഇങ്ങനെ സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ പണിയൊക്കെയും തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു.
അങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കൊളുത്ത്, പലക, അന്താഴം, തൂൺ, ചുവട്, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ടുള്ള പുറംമൂടി, തഹശൂൽ തോൽ കൊണ്ടുള്ള പുറംമൂടി, മറയുടെ തിരശീല, സാക്ഷ്യപ്പെട്ടകം, അതിൻ്റെ തണ്ട്, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, കാഴ്ചയപ്പം, തങ്കം കൊണ്ടുള്ള നിലവിളക്ക്, കത്തിച്ചു വെപ്പാനുള്ള ദീപങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, വെളിച്ചത്തിന് എണ്ണ, പൊന്നുകൊണ്ടുള്ള ധൂപപീഠം, അഭിഷേക തൈലം, സുഗന്ധ ധൂപവർഗം, കൂടാരവാതിലിനുള്ള മറശീല, താമ്രം കൊണ്ടുള്ള യാഗപീഠം, അതിൻ്റെ താമ്രജാലം, തണ്ട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പ്രാകാരത്തിൻ്റെ മറശീല, തൂൺ, അതിൻ്റെ ചുവട്, പ്രാകാരവാതിലിൻ്റെ മറശീല, അതിൻ്റെ കയറ്, കുറ്റി, സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള അഹ്റോന്റെ വിശുദ്ധ വസ്ത്രം, അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രം, ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. മോശ പണിയൊക്കെയും നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർന്നിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, 1-ാം മാസം 1-ാം തീയതി നീ സമാഗമന കൂടാരമെന്ന തിരുനിവാസം നിവർക്കേണം. സാക്ഷ്യപ്പെട്ടകം അതിൽ വെച്ച് തിരശീല കൊണ്ട് പെട്ടകം മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ സാധനങ്ങൾ ക്രമത്തിൽ വെക്കണം. നിലവിളക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ദീപം കൊളുത്തേണം. ധൂപത്തിനുള്ള പൊൻപീഠം സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിൽ വെച്ച് തിരുനിവാസ വാതിലിൻ്റെ മറശീല തൂക്കേണം. സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിൻ്റെ വാതിലിന് മുൻപിൽ ഹോമയാഗപീഠം വെക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ തൊട്ടിവെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. ചുറ്റും പ്രാകാരം നിവർത്ത് പ്രാകാരവാതിലിൻ്റെ മറശീല തൂക്കേണം. അഭിഷേക തൈലമെടുത്ത് തിരുനിവാസവും അതിലുള്ള സകലവും അഭിഷേകം ചെയ്ത് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ശുദ്ധീകരിക്കണം. ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് യാഗപീഠം ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അഹരോനെയും പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകണം. അഹരോനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അവൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറ തലമുറയോളം നിത്യ പൗരോഹിത്യം ഉണ്ടായിരിക്കണം. മോശ അങ്ങനെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവൻ ചെയ്തു. ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർന്നു. മോശ തിരുനിവാസം നിവർക്കുകയും അതിൻ്റെ ചുവട് ഉറപ്പിക്കുകയും പലക നിർത്തുകയും അന്താഴം ചെലുത്തുകയും തൂൺ നാട്ടുകയും ചെയ്തു. അവൻ മൂടുവിരി തിരുനിവാസത്തിന്മേൽ വിരിച്ചു. അതിന്മീതെ മൂടുവിരിയുടെ പുറമൂടിയും വിരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ സാക്ഷ്യമെടുത്തു പെട്ടകത്തിൽ വെച്ചു. പെട്ടകത്തിന് തണ്ടു ചൊലുത്തി പെട്ടകത്തിന് മീതെ കൃപാസനം വെച്ചു. പെട്ടകം തിരുനിവാസത്തിൽ കൊണ്ടുവന്നു. മറയുടെ തിരശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം മറച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ തിരുനിവാസത്തിന്റെ വടക്കുവശത്ത് തിരശീലയ്ക്ക് പുറത്തായി മേശ വെച്ചു. അതിന്മേൽ യഹോവയുടെ സന്നിധിയിൽ അപ്പം അടുക്കി വെച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ മേശയ്ക്ക് നേരെ തിരുനിവാസത്തിന്റെ തെക്കുവശത്ത് നിലവിളക്ക് വയ്ക്കുകയും യഹോവയുടെ സന്നിധിയിൽ ദീപം കൊളുത്തുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ തിരശ്ശീലയുടെ മുൻവശത്ത് പൊന്നുകൊണ്ടുള്ള ധൂപപീഠം വയ്ക്കുകയും അതിന്മേൽ സുഗന്ധ ധൂപവർഗം ധൂപിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ
അവൻ തിരുനിവാസത്തിന്റെ വാതിലിനുള്ള മറശ്ശീല തൂക്കി. ഹോമയാഗപീഠം സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിന്റെ വാതിലിന് മുൻവശത്ത് വെക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ അവൻ തൊട്ടിവെക്കുകയും കഴുകേണ്ടതിന് അതിൽ വെള്ളമൊഴിക്കുകയും ചെയ്തു. മോശയും അഹരോനും അവന്റെ പുത്രന്മാരും അതിൽ കൈയും കാലും കഴുകി. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴും യാഗപീഠത്തിങ്കൽ ചെല്ലുമ്പോഴും കൈകാലുകൾ കഴുകും, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി. പ്രാകാരവാതിലിന്റെ മറശ്ശീല തൂക്കി. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയത്നങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അതുയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണെ പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ 66. സർവഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പിൻ, അവന്റെ നാമത്തിന് മഹത്വം കീർത്തിപ്പിൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പിൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമിയും നിന്നെ നമസ്കരിച്ചു പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവിൻ. വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ, അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകുറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ. അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസേന്യ ദേശത്ത് അണഞ്ഞു. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രയായിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നുറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ചു സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും
ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. യേശു അവനോട്, നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലഗ്യോൻ എന്നവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ കടപ്പാൻ അനുവാദം തരയണം എന്നവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടുന്തൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. ഈ സംഭവിച്ചത് മേയ്ക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചു കാൺമാൻ അവർ പുറപ്പെട്ടു യേശുവിൻ്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു. ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു. ഗെരസേന്യ ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണം എന്നവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകു കയറി മടങ്ങിപ്പോന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോട് കൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു. അതിനവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞ് അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്നു യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായൊരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാനായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരേണം എന്നവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്നു സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്നു അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രേ എന്നവൻ പറഞ്ഞു. അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയുക കൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു. ബാലെ, എഴുന്നേൽക്ക എന്നവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ചത് ആരോടും പറയരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു.